എത്രയും വേഗം കോക്പിറ്റിലേക്ക് തിരികെ എത്തണമെന്ന ആഗ്രഹം അറിയിച്ച് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ. കസ്റ്റഡിയിൽ നിന്ന് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയ ഇന്ത്യൻ യുദ്ധവൈമാനികൻ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ 2 ദിവസമായി ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. ചികിത്സയ്ക്കിടെ ഇന്ത്യൻ വ്യോമസേന ഉന്നത ഉദ്യോഗസ്ഥരോടും ഡോക്ടർമാരോടുമാണ് അഭിനന്ദൻ ആഗ്രഹം അറിയിച്ചിരിക്കുന്നത്. അഭിനന്ദൻ വർദ്ധമാന്റെ വാരിയലിന് സാരമായ പരിക്കുകളുണ്ട്. MiG-21 വിമാനം തകർന്നതിനെ തുടർന്ന് പാരഷൂട്ടിൽ പുറത്തു കടക്കുമ്പോഴോ അതിനുശേഷം പാക് അധിനിവേശ കാശ്മീരിൽ വീണപ്പോഴോ ഉള്ള ആൾക്കൂട്ടാക്രമണത്തിലോ സംഭവിച്ചതാകാം എന്നാണ് വിലയിരുത്തൽ. വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കണമെന്നും മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്നും അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒട്ടും വൈകാതെ തനിക്ക് കോക്പിറ്റിലേക്ക് മടങ്ങിയെത്തണമെന്ന ആഗ്രഹമാണ് ആശുപത്രിയിൽ കാണാനെത്തുന്ന ഉന്നത വ്യോമസേന ഉദ്യോഗസ്ഥരോടും ചികിത്സിക്കുന്ന ഡോക്ടർമാരോടും അഭിനന്ദൻ പങ്കുവയ്ക്കുന്നത്. ആവശ്യമായ നടപടികളെല്ലാം സ്വീകരിക്കുമെന്നും സേനാധികൃതരും പറയുന്നുണ്ട്. ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളെ തുരത്തുന്നതിനിടയിലാണ് ഇന്ത്യൻ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പറത്തിയ MiG-21 ബേസർ തകർന്നു വീണത്. തുടർന്ന് പാരഷൂട്ടിൽ താഴെയിറങ്ങിയ അഭിനന്ദൻ പാക് അധീന കാശ്മീരിലാണ് നിലത്തിറങ്ങിയത്. പിന്നാലെ പാക് സേന കസ്റ്റഡിയിലെടുത്തു. 3 ദിവസം പാക് കസ്റ്റഡിയിൽ കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളിയാഴ്ച രാത്രി 9:20 പാകിസ്ഥാൻ അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറിയത്. തുടർന്ന് വിമാനമാർഗം ഡൽഹിയിലെത്തിച്ച് സൈനിക ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയായിരുന്നു. RB റിസർച്ച് ആൻഡ് റെഫറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. വിമാനം പറത്തണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധ്യമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് വ്യോമസേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന്റെ നട്ടലിന് താഴെയായി പരിക്കേറ്റിട്ടുണ്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ടിലുണ്ട്. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയപ്പോഴുണ്ടായ പരിക്കാണിതെന്നാണ് പ്രാഥമിക നിഗമനം. ശരീരത്തിൽ പാകിസ്ഥാൻ രഹസ്യ ഉപകരണങ്ങളൊന്നും ഘടിപ്പിച്ചിട്ടില്ല എന്നും വാർത്താ ഏജൻസി ANI റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാനിലെ 60 മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യയിലെത്തിയ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ സൈനിക ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പാകിസ്ഥാനിൽ എത്തിയത് എങ്ങനെ, അവിടെ നേരിട്ട ഉപദ്രവങ്ങൾ എന്തൊക്കെ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാൻ അഭിനന്ദനെ ഉദ്യോഗസ്ഥർ വിശദമായി ചോദ്യം ചെയ്യൽ വിധേയനാക്കുന്നുണ്ട്. വ്യോമസേന, ഇന്റലിജൻസ്, IB, RO എന്നീ ഏജൻസികളാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. പാകിസ്ഥാൻ പുറത്തുവിട്ട അഭിനന്ദന്റെ വീഡിയോ ഭീഷണിപ്പെടുത്തിയാണ് ചിത്രീകരിച്ചതെന്ന് വ്യക്തമായാൽ ജനീവ കൺവെൻഷന്റെ ലംഘനമായി ഉന്നയിക്കാനും ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. ആശുപത്രിയിലെത്തിയ പ്രതിരോധ മന്ത്രിയും വ്യോമസേന മേധാവിയെയും അഭിനന്ദൻ ഇന്നലെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പാക് സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് ശാരീരിക ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്നും മാനസികമായി വളരെയധികം പീഡിപ്പിച്ചുവെന്നും അഭിനന്ദൻ പറഞ്ഞിരുന്നതായാണ് റിപ്പോർട്ട്. ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ വിശദ പരിശോധനയ്ക്ക് വിധേയനായ അഭിനന്ദന്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. മുഖത്തും ശരീരത്തുമുള്ള പരുക്കുകൾ ഭേദമാകുന്നു. വാരിയലിന് സാരമായ പരുക്കുകളുമുണ്ട്. അതേസമയം അഭിനന്ദൻ വർദ്ധമാന് ഭഗവാൻ മഹാവീർ അഹിംസ പുരസ്കാരം ലഭിച്ചു. അഖില ഭാരതീയ ദിങ്കബർ ജൈൻ മഹാസമിതി ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. 2,51,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മഹാവീർ ജയന്തിയോടനുബന്ധിച്ച് ഏപ്രിൽ 17 സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.